ഹലോ, ഞങ്ങളങ്ങനെ ഫൈനലി നമ്മുടെ ലാസ്റ്റ് സ്ഥലം, നമ്മൾ 4 അട്രാക്ഷൻസ് ബുക്ക് ചെയ്തതിൽ ലാസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബോറിക് കാസിൽ. വഴിയൊക്കെ തെറ്റി നെറ്റ് ലോഡാവാതെയൊക്കെ നമ്മൾ ഇവിടെ എത്തി പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ പ്രാമൊക്കെ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഏട്ടൻ എന്തേ പ്രാം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പ്രാർത്ഥന താഴെ കിടത്തിയിട്ടുണ്ട്. ദേവനയും ഉണ്ട്. അപ്പം നോക്കിയപ്പോൾ അവിടെ ഒരു കുഞ്ഞ് സൂപ്പർ ക്യൂട്ട് കാറുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ മുന്നിൽ പോയി നിന്ന് വീഡിയോ എടുക്കണോ? നല്ല ക്യൂട്ട്, മറ്റേ മിസ്റ്റർ ബീൻ്റെ കാറ് പോലത്തെ ഒരു കാറുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ നിന്ന് കാണിച്ചു തരാം. ഒരു ക്യൂട്ട് കാർ. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ഇപ്പോൾ പാർക്കിങ്ങിൽ നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ സാധനങ്ങളൊക്കെ ബാഗും ഫുഡും ഒക്കെ എടുത്ത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. യെസ്, അപ്പോൾ ഞങ്ങൾ എൻട്രൻസിൽ വരെ എത്തി. എൻട്രൻസ് എത്തിയിട്ട് ബാക്കി കേൾക്കണ്ടോ എന്തോ ഞാൻ പറയണത്. എൻട്രൻസ് അപ്പോൾ അതെ, ഏട്ടന് ടോയ്ലറ്റിൽ പോകണമെന്ന് ടോയ്ലറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് കാണുന്നുണ്ട്. ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ടൊക്കെ തോന്നും. കുറേ കിഡ്സൊക്കെ കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടിക്കറ്റൊക്കെ ഏട്ടൻ പോയി കാണിച്ചിട്ടുണ്ട്. ഞങ്ങളിനി സ്കാൻ ചെയ്ത് കയറ്റാൻ വെയിറ്റ് ചെയ്യുന്ന ഒരാളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, നമ്മൾ കാസിലിൻ്റെ അകത്തേക്ക് എത്തി. നല്ല ഇതാണ് നമുക്ക് ദൂരെ നിന്നുള്ളൊരു പിക്ചർ കിട്ടുന്നത്. വെരി ബ്യൂട്ടിഫുൾ, വെരി നല്ല വെതർ, നല്ല തണുപ്പുണ്ടെങ്കിൽ പോലും നല്ല ഹാപ്പി വെതർ. ഇവിടെ ഒരു ഇത് കാണുന്നുണ്ട്, സോക്ക് പ്ലേ ലാൻഡ്. ദേവൻ ഇത് കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഹായ്, പോയിക്കോ, പോയി ഓടിപ്പോയി നോക്കിട്ടോ, നമുക്ക് സമയമില്ല. അപ്പം നമ്മൾ ഓഫ്കോഴ്സ് എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിട്ട് എന്താ പറയുക, പാർക്കിംഗ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുണ്ട്. നെറ്റില്ല, കുറച്ച് കൺട്രീസ് ആയതുകൊണ്ട് നെറ്റ് നമുക്ക് കിട്ടിയില്ല. അപ്പം ലോഡൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറേ ലേറ്റായി. ഇവിടെ ഒരു പ്ലേ ഏരിയ ആണ് മറ്റേ. യെസ്, വെരി ഗുഡ്. ഡ്രാഗനൊക്കെ ഉണ്ട്. നമുക്ക് കാസിൽ ഇവിടെ നിന്ന് കാണുമ്പോഴേ നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ വെതറാണ്. ഇവിടെ കുറെ ഡ്രാഗൺസിനെ കാണാം നമുക്ക്. അപ്പം എന്തോ സ്റ്റാമ്പ് ചെയ്യണം ഇതിൽ. കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. ഓക്കെ, വെരി ഗുഡ്, കം ബാക്ക്. അപ്പോൾ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. യെസ്, കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെയും ക്ലോസർ ടു കാസിലാണിത്. ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമുക്ക് ഹൊറിബിൾ മെയ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് ലോസ്റ്റ് ആവാനാണ്, ഗെറ്റ് ലോസ്റ്റ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് ഇയർ 4 ആണ്. തേർന്ന
യെസ്, നമുക്കിവിടെ ഒരു മെയ്സ് കാണാം. പിക്ക് അപ്പ് യുവർ ടൈം പാസ്പോർട്ട്. യെസ്, നമ്മളൊരു സെയിം ആണിത്. അല്ല, നമുക്ക് അല്ല ഇവിടെ കുറേ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ബട്ട് ഇറ്റ്സ് നൈസ്. ഭയങ്കര ഹാർഡാണ് ഗെയിം കളിക്കാൻ. മെയ്സ് അമ്മേ, ഓ എനിക്കൊന്നും ഇത്. യെസ് യെസ്, എനിക്കൊന്നും ഓരോ ഈ മെയ്സിൻ്റെ ഉള്ളിലൊരു സ്മോൾ പ്ലേ ഏരിയ പോലെ. ഇതാണ് ഇവിടെ സ്റ്റാമ്പ്. യെസ്, നമ്മൾ സ്റ്റാമ്പ് ചെയ്യണ സ്ഥലത്തെത്തി. ഇതെടുക്ക്. ഇത് ദേവന ഭയങ്കര സ്ലോ ആണ്, നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്. അപ്പോൾ അതല്ല ദേവന, ഇത്. ഓ മൈ ഗോഡ്. യെസ്, പ്രസ് ചെയ്തോ. ഓക്കെ, അതല്ല, അത് ഡ്രാഗനെ കാണുമ്പോഴാണ്. ഗെറ്റ് ലോസ് എന്ന് ഈ പുള്ളി തന്നെ പറയുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലൊക്കെ സൈക്കിൾ രസമാണ്. സമയം ഉണ്ടെങ്കിൽ ഇത് രസമായിരിക്കും, കാരണം കുറെ കളിക്കാനൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ ടൈം നമുക്ക് കുറവാണ്. ഇവിടെ ഒരു സ്ട്രീറ്റ് ലാമ്പ് ഉണ്ട്. ഇൻ 70 the first London streets were lit with electric street lamps. ഇതിങ്ങനെ കറക്കണനുസരിച്ചിട്ട് ഇത് കത്തും. നല്ല ടാസ്ക്കാണ്. ഭാഗ്യം നമ്മൾ ഈ ജനറേഷനിൽ ഇപ്പൊക്കെ ജനിച്ചത് നന്നായി. ഓക്കെ, നമ്മൾ അനദർ സ്റ്റാമ്പ് ചെയ്യാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. നോ ദാറ്റ് വൺ ദേവന. അതല്ല ഇത്. യെസ് പ്ലീസ്, സ്റ്റാമ്പ്. വെരി ഗുഡ്. നൗ ദിസ് വൺ. ഇതുണ്ടോ, പണ്ട് ആൾക്കാർ പണിഷ് ചെയ്തത് ഇങ്ങനെയാ. ഇതിൻ്റെ ഉള്ളിൽ പോയി നിൽക്ക്. Put your hands inside the other holes. Yes, തിരിഞ്ഞാണ് ചെയ്യേണ്ടത്. പറ്റിച്ച് നോക്കി, നമുക്ക് സമയമില്ല. അപ്പോൾ പോരട്ടെ. യെസ്, അന്നത്തെ സ്റ്റാമ്പ്. അതല്ല ദേവന, അതല്ല, ദിസ് വൺ. ഇതെന്നറിയില്ല, പക്ഷെ നമുക്കെല്ലാം ഇതല്ല സ്റ്റാമ്പ് ചെയ്യേണ്ടത്. വാ, നമുക്ക് ഇവിടെ എന്തോ ഉണ്ടല്ലോ ദേവന. ഇതിൽ കൂടെ നോക്കി കാണാൻ പറ്റുമെന്ന്. അതിൽ കൂടെ അല്ല, ഈ മിററിൽ കൂടെ. കുറച്ച് അഡ്വെഞ്ചറസ് ആയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളതുണ്ട്. വേഗം കയറ്. ടൈം ഇതിനകത്ത് ഏതാണ് ചോദിച്ചേണ്ടത്? കയറി തരണ. വൈ നോട്ട്? ഇത് അത് നമ്മൾ ഓൾറെഡി സ്റ്റാമ്പ് ചെയ്തു. അതിൽ കൂടെ കയറി വരാൻ പറ്റും. ഏയ് പ്രാർത്ത്. ഓ, ഇതിൻ്റെ മുകളിൽ നല്ല വ്യൂ ഉണ്ട് കാണാനായിട്ട്. ഓക്കെ, ഷാൽ വി ഗോ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രോൺ അപ്സ് എക്സിറ്റ് ദാറ്റ് വേ, കിഡ്സ് എക്സിറ്റ് ദിസ് വേ. അപ്പം അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു സംഭവം പറയുന്നുണ്ട്. ഐസ് കുഡ് ബി സ്റ്റോർഡ് ഹിയർ ഫോർ 2 years ഫോർ ഫൈൻ കൂളിംഗ് ആൻഡ് അതർ. നമുക്ക് പോയി നോക്കണം. കണ്ടിട്ട് പേടിയാവുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള അബാൻഡനായിട്ടുള്ളത് പോലെ ഉണ്ട് താഴെ. നല്ല പേടി തോന്നുന്നുണ്ട് ഇതിൻ്റെ ഉള്ളില്. അകത്തേക്ക് കയറണ്ട. വല്ല പ്രേതത്തിനൊക്കെ കണ്ട ജീവിതം പോയി. അപ്പൊ അകത്തേക്ക് കയറുന്നില്ല.
ഇപ്പുറത്തും ഉണ്ട്. എനിക്ക് കയറാനുള്ള ധൈര്യം ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മരം കണ്ടോ, ഇതിൻ്റെ ഈ ഫ്രൂട്ടാണോ സീഡാണോ ഇതറിയില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എയർ ഇന്ത്യയിലൊക്കെ വരുമ്പോൾ ഒരു ഹെഡ്സെറ്റ് വരും, അതിൻ്റെ ഇയർബഡ് പോലെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഇത്രയും കണ്ടത് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കാഡ്ബറി വേൾഡിനും എനിക്കിഷ്ടപ്പെട്ടത് ബോറിക് കാസിലാണ്. ഓരോ സ്ഥലം പോകുമ്പോഴും അടുത്തതാണ് നല്ലതെന്ന് തോന്നും, പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. യെസ്, ഇതിൻ്റെ കൂടെ പ്രാർത്ഥന ഫുഡ് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റാമ്പ് ചെയ്യുന്നില്ലേ ഇവിടെ ഒരു എന്തോ ടൈപ്പ് നമുക്കറിയില്ല. ഞാൻ എന്തായാലും ഒരു ഇല്ല, നല്ല സ്ട്രോങ് ആണിത്. യെസ്, വേമോ. കുഞ്ഞു കുഞ്ഞു ഡോസ് ഒക്കെ ഉണ്ട് ഇവിടെ. യെസ്, അമ്പാൻ്റെ വിരി. പാത എന്ന് പറയുന്നത് കല്ലിൻ്റെ മുള്ള് നിറഞ്ഞതാണ്. പ്രാം അങ്ങോട്ട് കയറുന്നില്ല. ഞങ്ങൾ വിൻസർ കാസിൽ പോയായിരുന്നു ലണ്ടൻ. അതും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇവിടെ കുറേ പ്രാംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ പ്രാമം വെച്ചിട്ട് പ്രാമിൽ നിന്ന് എടുക്കണത് ആൾക്ക് സന്തോഷമാണ്. അപ്പം ഞങ്ങൾ പ്രാർത്ഥനയും കൊണ്ട് എടുത്തിട്ട് എപ്പോഴും വിചാരിക്കും ഒരു കാംഗ്രൂ ബാഗ് വാങ്ങണം എന്ന്. പക്ഷേ അത് 2-3 പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കില്ല. പിന്നെ അത് ഡിസ്പോസ് ചെയ്യാൻ പാടായിരിക്കും. ഞാൻ എന്തോ കാര്യമായിട്ട് താഴേക്ക് നോക്കുന്നുണ്ട്. എന്താ അത്? യെസ്, എന്താണെന്നറിയില്ല. നമ്മൾ കാസലിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. നല്ല അടിപൊളി ഷാൻഡിയർ. കുതിരയുടെ കണ്ണ് കണ്ടിട്ട് ഭയങ്കര പേടിയാണ്. കുന്തം, കോൽ, ഹെൽമെറ്റ്, അങ്ങനെ പല പല സാധനങ്ങൾ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും വായിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ഇതൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഇത്ര പൊക്കോളോ എന്ന് തോന്നിപ്പോകും. കാരണം തീരെ ഹൈറ്റ് ഇല്ല, പക്ഷെ നല്ല ഹെവി ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കുറേ തോക്കുകളൊക്കെ ഉണ്ട്. പിസ്റ്റൽ, ഗൺ ലോക്സ് ആൻഡ് പൗഡർ ഫ്ലാസ്ക് ആണ് ഇതെല്ലാം. ഇതൊക്കെ എന്താണെന്നറിയാം തരണ? ഇത് പിസ്റ്റൽസ് ആണ്. ഇതിലേതാ പിസ്റ്റൽസ് എന്നാവോ? അത് പൗഡർ ഫ്ലാസ്ക് എന്ന് പറയും. ഐ ഡോണ്ട് നോ. ഇതെന്താണാവോ സംഭവം? ഹാൻഡ് മോട്ടർ എന്ന് പറയും. നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ ഒരു റിവറാണോ എന്തോ നമുക്ക് കാണാം. വെള്ളം ഒഴുകി വരുന്നുണ്ട്. നല്ല വെള്ളമാണോ ചീത്ത വെള്ളമാണോ റിവറാണോ? റിവറായിരിക്കുള്ളൂ. എന്നാലും ഇതെല്ലാ സംഭവങ്ങളും
എല്ലാം ഭയങ്കര റോയൽ ടച്ചാണിത്. എനിക്ക് ഷാൻഡിയേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഷാൻഡിയേഴ്സ് തോക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഡൈനിങ് സ്പേസ്, രാജകീയ വിരുന്നിൻ്റെ സ്ഥലം. സോ ഗുഡ്. ഭയങ്കര റോയൽ ലുക്ക്. അല്ലത് റോയൽ ഇതാണ്. സീലിംഗ് തന്നെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തേക്കണേ. അടുത്ത റൂമിലേക്ക് പോവാണ്. ഓരോ റൂമിൻ്റെ സീലിംഗ് തന്നെ ഡിഫറെൻ്റ് ആണ്. നല്ല അടിപൊളി കളേഴ്സും എല്ലാത്തൊരു ഗോൾഡൻ ടച്ച് ഉണ്ട്. അപ്പോൾ അതെ ഒരു ബിഗ് മിറർ ഉണ്ട്. അടുത്ത റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബെഡാണിത്, ബെഡ്റൂമാണിത്. ഇതായിരിക്കും ക്വീൻ ആനി. ഇതിൻ്റെ സ്വോർഡ് അവിടെ ഉണ്ട്. സീലിംഗ് ആസ് യൂഷ്വൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ കാർപ്പറ്റ് കൈൻഡ് ഓഫ് എന്തോ തുണി വിരിച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല ഇത്. അടുത്ത റൂമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സൂപ്പർ. If your daddy said, "Oh, I think I'll have a new wife now." And this one, Catherine Parr. സാർത്ത് ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയും കുറേ അതൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ ടച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ചതിനൊക്കെ ടച്ച് ചെയ്യാൻ വേണ്ടി വെച്ചേക്ക് ഇരിക്കുമല്ലോ ഇവർ. യെസ്, ഇത് ലെഗോ വെച്ചിട്ട് ഇവർ എന്തോ ഉണ്ടാക്കിയേക്കാണത്. ഇതൊരു ബിഗ് പോറിച്ച് പോട്ടാണ് തന്നെ. ഒച്ച ഉണ്ടാക്കല്ലേ. ഇതൊക്കെ താഴെ വുഡാണത്. How many adults, how many children? 2 adults, 2 children. Perfect. അപ്പോൾ എങ്ങോട്ടോ പോകാൻ പറഞ്ഞു. എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായില്ല അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി സ്പൈറലാണിത്. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് ഷോ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. എന്തോ പ്രിൻസസിൻ്റെ എന്തൊക്കെയാണ് പറഞ്ഞത്. എന്താ മാജിക്കൽ. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്?
എന്തൊക്കെയാ പറഞ്ഞ എന്തോ കീ ഒക്കെ ഫൈൻഡ് ചെയ്ത് കൊടുത്തല്ലോ, എന്താ അത്? എവിടെ? George, I find you very pretty. You want a piece of cake? I only wish to be able to see you alone at some point. Oh, you can. And more. Princess May of Tech, better known in later life as Mary. Did you? Did you see the withering look the owl gave Daisy over dinner? No, I didn't. Well, I believe she was spending too much time talking to Joe Laycock. The Prince of Wales said. ഒരു പേരാണ് മനസ്സിലാവുന്ന. ഈ ഇരിക്കുന്ന ഫുഡ് എനിക്ക് ഒറിജിനൽ റെസ്റ്റോറൻ്റായിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. Here, His Grace the Duke of Devonshire relaxes the young Winston Churchill holds court. Only 23 years old, the future Prime Minister is already supremely self-confident. With him is Leopold brother, Lord Brooke, the Earl and Countess's eldest son. Both he and Churchill പ്രാർത്ഥു ചേച്ചി പ്രാർത്ഥന പേടിപ്പിക്കലാണ് ചേച്ചിയുടെ പരിപാടി. പക്ഷെ എന്നാലും പ്രാർത്ഥന ഇഷ്ടമാണ് ചേച്ചിനെ. നമുക്ക് പുറത്ത് കൂടെ എന്തൊക്കെയാണ് കാണാൻ പറ്റും. ഈ ബെഡ്റൂമൊക്കെ എന്താ അടിപൊളിയാ. ദേവനയുടെ ബെഡ്റൂം ഇങ്ങനെ ആക്കി തട്ടെ. ഓക്കെ മൈ മജസ്റ്റി. ഹായ്, ഐം സോറി ഫോർ ഡിസ്റ്റർബിങ് യു. ഈ മിററിൽ കൂടെ ഇയാൾ നോക്കുന്നത് എന്നിട്ട് നമ്മളത് ഇയാളെ ഡിസ്റ്റർബ് ചെയ്യണമല്ലോ എനിക്ക് തോന്നിയത്. അത്യാവശ്യം കലിപ്പ് ഫേസ് ഒക്കെ ഇട്ടിട്ടുണ്ടാണ്. ഇതും അടിപൊളിയായിട്ടുണ്ട്. നല്ല കണ്ടുപരിചയമുള്ള നോക്കാം. ഇവിടെ കുറച്ച് കഫേസൊക്കെ കാണുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചാലോ എന്ന് ഓർത്ത് വന്നേക്കുവാണ്. അപ്പം നമ്മളിനി കാസിലിൻ്റെ മുകളിലേക്ക് പോവാണ്. 2 വഴിയുണ്ട്, ഇതിലേയും പോവാം. എന്തൊക്കെയാണോ കാണിച്ചേക്കുന്നത്, ഇതിലേയും പോവാം. നല്ല മഴക്കാറും കാണുന്നുണ്ട്. നല്ല അത്യാവശ്യം കയറ്റമുണ്ട്. ഈ നല്ല സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ ടയേർഡായി. സ്റ്റെപ്പ് കയറിയപ്പോൾ ഞാൻ ഓർത്തു, അല്ല കണ്ടപ്പോൾ ഓർത്ത് ഭയങ്കര എളുപ്പമാണെന്ന്. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ കയറുന്നോറും മനസ്സിലായി നല്ല പാടാണ് സ്റ്റെപ്പ് കയറാനായിട്ട്. ഇതാണിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അത്യാവശ്യം ഇവിടെ നല്ല ടോപ്പ് വ്യൂ, നല്ല വിൻഡിയാണ്. എക്സിറ്റ് അടിക്കണമെങ്കിൽ ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് താഴേക്ക് കാണാം, എന്തൊക്കെയോ ഒക്കെ കാണാം. നല്ല തണുപ്പുണ്ട്, പക്ഷെ ചൂടുമുണ്ട്.
നടക്കുന്നതിൻ്റെ ഇതിലുകൊണ്ടാണെന്ന് തോന്നുന്നു. ചൂടല്ല, തണുപ്പ് അത്ര അറിയുന്നില്ല, പക്ഷെ ഭയങ്കര കാറ്റ്. നമ്മളിവിടെ പോകുന്ന വഴി ഫുൾ ഓഫ് ഹണി ബീസ് ആണ്. പക്ഷെ ഇത് ഹാംലെസ് എന്നാണ് പറയുന്നത്. എന്നാലും നമ്മുടെ മേത്ത് കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പേടിയാകും. ഫുള്ള് ഹണി ബീസാണ്. പേട്ടൻ എന്താ പ്രാർത്ഥന കൊണ്ട് ഓടിപ്പോവാന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഹാംലെസ് എന്ന് എഴുതിയേക്കുന്ന വിശ്വാസത്തിലാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നെസ്റ്റ് ഒന്നും കണ്ടില്ല, ബീഹൈവ് ഒന്നും കണ്ടില്ല ഞാൻ. ഇത് നല്ല സമയമെടുത്ത് ലൈക്ക് 1 to 2 hours അല്ലെങ്കിൽ 2 to 4 hours കാണാനുള്ള സംഭവങ്ങളുണ്ട്. പ്രാർത്ഥന ഉറങ്ങി. അധികം നടക്കുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡായി പോകുന്നുണ്ട്. നടന്നോ? നടന്നോ? ഈ ഒരു സൈഡ് കവർ ചെയ്തു, പക്ഷെ ആ ഒരു സൈഡ് കവർ ചെയ്യാനുണ്ട്. പക്ഷെ വെതർ നമുക്ക് ബേബീനെയും വെച്ചിട്ട് എന്താ പറയുക, ഇത്തിരി ടഫാണ് പോകാനായിട്ട്. നല്ല കാറ്റുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഞങ്ങളിത് ഇവിടെ പീക്കോക്കാണോ അല്ല പീഹെന്നാണ്. പീഹെന്നെ കണ്ടു. പീഹെൻ ഡേവന പീഹെൻ എന്തൊക്കെ പറഞ്ഞില്ലേ, ഇവരുടെ കളർ ഇസ് സോ ഗുഡ്. ഇവർ നേരത്തെ കരയണ ഒച്ചയൊക്കെ കേട്ടു. Time for shopping. കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നത്തെ ബോറിക് കാസിൽ കണ്ടു കഴിഞ്ഞു. സൂപ്പർ. രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു 5 മണി വരെ ഇത് കാണാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളിതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല, എല്ലാം ക്ലോസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കഴിച്ച് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പം ഞങ്ങളിപ്പോൾ തിരിച്ച് കാർ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.